ഇപ്പൊ ഈ ഭജൻ കൺസിന്റെ കാര്യം പറയുമ്പോഴേ ട്രിവാൻഡ്രത്ത് ആദിത്യവർമ്മ വന്നിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആളുടെ കേട്ടിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എന്താ പറഞ്ഞ ശരി? അദ്ദേഹം നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പ്രോഗ്രാംസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മിക്സ് ഒക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നാട്ടായി ചെയ്ത നാട്ടയുടെ മിക്സ് ഒക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിലിം സോങ്ങും ഭജനയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്യുന്ന പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ ചെല്ലണം, അവിടെ 19-ാം നൂറ്റാണ്ടിലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രൂഫ് ഒരു സാധനം മണ്ണൊക്കെ വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെയ്ത് പോയിട്ട് പാടുന്നത് ഭയങ്കര ഫീലാണ്. അപ്പം നിങ്ങൾ അവിടെ വരണം, വന്നിട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട്. അപ്പൊ അതിന് പോകാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എന്നത്തേക്കാണ് പ്ലാൻ അറിയില്ല, പക്ഷെ പോണം. ഓണം തിരക്ക് കഴിയട്ടെ അല്ലേ? അതെ, ഓണത്തിനുപരി ഭജൻ കണക്റ്റിന്റെയും ബാക്കിയുള്ളതിന്റെ ഒക്കെ തിരക്കുകൾ. അതാണ് പുള്ളി റിയാക്ട് ചെയ്തത് അല്ലേ? അതെ. മായാശില്പം ലീലാലോലം നൃത്തം വെക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. ദേവി നീയാ മായാശില്പം ലീലാലോലം നൃത്തം വെക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. എൻ കണ്ണിൽ താനേ മിന്നി നീലാഞ്ജനം, നിൻ കാൽക്കൽ മിന്നൽ ചാർത്തി പൊന്നു. സ്വരമണികളും ഇരുന്നിന്റെ ചടുല നടനം തുടരും. ശിശിരയമുനയുടെ അലകൾ കഴുകും ഒരു തരണലതകളിടരും. ഭൂപാകനെ ആത്മാവിനെ സ്വരമുരളിയൊഴും സാരംഗയിൽ പാലോലുമൻ മനമംഗളകലിരാതിരേ വരൂ വരൂ നിലാവിൻ പാവള്ളിയിലാടാൻ ഓമനേ വരൂ വരൂ വസന്തം പൂതേറ്റോരാൻ കരവീരൻ കവിതളിൽ മാഗന്ധം പൊന്നിലയിൽ ദാസലോലയാമമാകി കരവിതമായി ഗോപാകനെ ആത്മാവിനെ സ്വരമുരളിയോടും സാരംഗയിൽ പാലോലുമെൻ മരമംഗളകലേ. നോർമലി ഇപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിലല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതുപോലെ ഒരു പാട്ടിപ്പം നിങ്ങൾ ഫ്യൂഷൻ ചെയ്യാന്ന് വിചാരിക്കുക, അത് പഠിച്ചെടുക്കാൻ എത്ര സമയം എടുക്കുന്നത്? പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയാണ്? കാരണം ഭയങ്കര വൈബാണ് നിങ്ങൾ തമ്മിൽ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ കാണുന്ന പ്രാക്ടീസ് സെഷൻസ് ആണ് മിക്കവാറും വീഡിയോയിലൊക്കെ ഉള്ളതല്ലേ. ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് അത് വീഡിയോ എടുക്കും. അപ്പോൾ ഇനീഷ്യൽ ഫോംസ് ആയിരിക്കും മിക്കവാറും ശരിക്കും 3-4 തവണ പാടും, അത് കഴിഞ്ഞിട്ട് ടേക്കാണ്. അല്ലാതെ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും നമ്മളെ കെമിസ്ട്രി വർക്കാകുന്നത്. ഇപ്പൊ പാട്ടുകളൊക്കെ ഫ്യൂഷൻ വരില്ലേ, ആ സമയത്ത് പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? അതെല്ലാവരും അങ്ങനെ എല്ലാവരുടെയും തന്നെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പം ബെസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്യും. അങ്ങനെ പോകുന്നു. പിന്നെ കൂടുതലും രാഗം ബേസ് ചെയ്താണ് ഞങ്ങൾ പാട്ടുകളൊക്കെ മിക്സ് ചെയ്യാറുള്ളത്. പിന്നെ രാഗത്തിന്റെ പുറത്തും അങ്ങോട്ടും ഒക്കെ വരും. 2-3 രാഗങ്ങളൊക്കെ മിക്സ് ചെയ്തു. ഓക്കെ, നിങ്ങളെല്ലാം ഭയങ്കര ഇൻവോൾവ് ആണ്. പക്ഷെ എനിക്ക് ആ ചേട്ടനെ പറ്റി ഒരു പ്രത്യേക കമൻറ്റ് പറയണം. കാരണം എല്ലാ വീഡിയോയിലും സാധാരണ ഈ ഹാർമോണിയൊക്കെ വായിക്കുന്ന ആൾക്കാർ കുറച്ച് സീരിയസ് അല്ലേ, ഈ ചേട്ടൻ ഭയങ്കര വൈബാ. ഇങ്ങനെ ഒരു കൈയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പറക്കുന്നത് കാണാം. അങ്ങനെ ഒരു പിന്നെ പാട്ട് പാടുന്ന സമയത്താണെങ്കിലും നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അതൊരു കമന്റ് ആയിട്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഭജൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ഷേത്രകലയാണ് അല്ലേ? അപ്പം നമ്മൾ അതിലേക്ക് സിനിമാ പാട്ട് മിക്സ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് തുടക്കകാലത്തിൽ എപ്പോഴെങ്കിലും ഒരു വിമർശനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? വളരെ ചുരുക്കം. അത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം അല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു
വളരെ കുറച്ചേ ഉള്ളൂ, വളരെ 1-2 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതൊന്നും ഞങ്ങൾ ഇത്രയും പേര് പോസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പം അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. റിലീജിയസ് അല്ലാതെ ഒരുപാട് പേര് ഇത് ആസ്വദിക്കുക. നമ്മുടെ യൂട്യൂബിലെ കമന്റ് നോക്കിയാൽ മതി, അതിന്റെ അടിയിൽ നിങ്ങളുടെ പാട്ടിന്റെ അടിയിലുള്ള കമന്റ്. ഇപ്പൊ നേരത്തെ ശ്രീലാലേട്ടൻ എന്തോ പറഞ്ഞു, ഒരു അച്ഛന്റെ കാര്യം എന്തോ പറഞ്ഞു അല്ലേ? അത് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അതെ, അത് US ഒരു പള്ളിയിലച്ഛനാണ്. അദ്ദേഹം എനിക്ക് മിക്കവാറും തന്നെ മെസ്സേജ് അയക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി US ഇരിക്കുമ്പോഴത്തേനും നാടിന്റെ ഫീലൊക്കെ കിട്ടുന്നത് ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ്. എനിക്ക് എൻ്റെ അടുത്തുള്ള അമ്പലവും അമ്പലക്കുളവും അതും ഒക്കെയുള്ള ആ ഒരു ഫീൽ എല്ലാം കിട്ടും. അതെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ US ഞങ്ങൾ പ്രോഗ്രാമിന് വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും കാണണം, വന്ന് നേരിട്ട് കാണണം എന്നൊക്കെ. അങ്ങനെ ഒരു ബാരിയേഴ്സ് ഒന്നും നമുക്ക് അതിൻ്റെ അകത്തില്ല. ഇതെല്ലാം മ്യൂസിക് ആണല്ലോ. ഇത് സ്പിരിച്വാലിറ്റി ഇവൻച്വലി ഈസ് മൂവിങ് ടുവേർഡ്സ് വൺ ഓഷ്യൻ അല്ലേ? അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്. അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പം ആൾക്കാർ ഞങ്ങളെ അതിൻ്റെ ഒരു മൂവ്മെന്റ് ആയിട്ട് പിടിച്ചിട്ടേക്കുവാണ്. ഞങ്ങളൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാലും ഞങ്ങളൊരു മൂവ്മെന്റ് ആക്കിയേക്കുവാണ്. ആളുകൾക്ക് സമാധാനം കിട്ടുന്നു എന്ന് പറയുന്നതാണല്ലോ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ. നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാനെല്ലാം പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് വന്നാണ്. പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം മറന്നത്, ഞാൻ വേറെ മൂഡിൽ പോയി. സോ അതാണ് ഏറ്റവും വലുത്. ഇനി ഒരു റാപ്പിഡ് ഫയർ വേണോ അതോ പാട്ട് വേണോ? നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റാപ്പിഡ് ഫയർ ആട്ടെ. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഞാനൊരു ടൈറ്റിൽ പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ അത് ആരാണെന്ന് പറഞ്ഞാൽ മതി. സ്വയം കുറ്റസമ്മതം നടത്തുന്നവർ കൈവക്കാം. ഏറ്റവും കൂടുതൽ ഈ കൂടെ സ്റ്റേജിൽ അബദ്ധം കാണിക്കുന്ന ആളാരാ? അബദ്ധം കാണിക്കുന്നത് ഇപ്പൊ ലിറിക്സ് വേറെ പാടുക, മറന്നു പോകുന്നതൊക്കെ മതിയോ? അതെ, ചിലപ്പോ ഞങ്ങള് ലിസ്റ്റ് ഇടും എല്ലാം അടുത്ത പ്രോഗ്രാമിനുള്ള. അപ്പം ഞങ്ങൾ അതിന് മുമ്പ് പ്രാക്ടീസ് ജസ്റ്റ് അറിയത്തില്ലാത്ത പാട്ടുകളാണ് ജസ്റ്റ് ഒന്ന് നോക്കും. അങ്ങനെയെല്ലാം നമ്മളെല്ലാം പ്ലാൻ ചെയ്യും. എന്നിട്ട് പറയും ഇത് കൃത്യമായിട്ട് ഈ വരിയിൽ എങ്ങനെ എല്ലാം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തന്നിട്ട് പുള്ളി ആദ്യം തന്നെ മാറ്റി പാടും. വേറെ പാട്ട് പാടും, അല്ലെങ്കിൽ വേറെ ലിറിക്സ് ആയിരിക്കും. 2 പാട്ടൊക്കെ തമ്മിൽ ഒരുമിച്ചൊക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കൂട്ടത്തിലെ ഡെസിഷൻ മേക്കർ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് ആദ്യം തന്നെ ഡെസിഷൻ എടുക്കുന്ന ആരാ? ഓക്കെ, എല്ലാ കാര്യത്തിലും ചേട്ടൻ തന്നെ. അത് ഒറ്റ ഡിസിഷൻ അല്ല, മിക്കവാറും ഞാനൊരു പ്രപ്പോസൽസുമായിട്ട് വരും, അങ്ങനെയുള്ള ഐഡിയാസ്. പിന്നെ ഡിസിഷൻ എടുക്കുന്ന ഫൈനൽ ഡിസിഷൻ എല്ലാവരും കൂടെ ഡിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ സോളി ഒരു ഡിസിഷൻ എടുക്കാറില്ല. ഓക്കെ, ഇനി കൂട്ടത്തിലെ ഉഴപ്പൻ, അതായത് പ്രാക്ടീസിന് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള നമ്മള് വേറെ കീബോർഡിസ്റ്റ് അല്ലേ, അവന്റെ ഉഴപ്പ് കാരണം ഇത് വന്നിട്ടില്ല, അവരെ കിട്ടത്തില്ല. സ്ഥിരം വായിക്കുന്ന കണ്ണൻ ശ്രീദർശൻ നമ്മളുടെ ദുബായിലുള്ള കീബോർഡിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവനിപ്പം കോളേജ് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. തൃശ്ശൂരുകാരനാണ്. നമ്മുടെ കൂടെ. ഓക്കെ, ഇനി കൂട്ടത്തിൽ അടുക്കും ചിട്ടയുള്ള ആൾ, അതായത് ഇപ്പൊ എന്തായാലും ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ ടീച്ചർ നടക്കുന്ന പോലെ ഒരാൾ കൂടെ നടക്കണം. അതാരായിരിക്കും? എനിക്ക് ഉള്ളൊരു കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് ചന്ദനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വളരെ തേച്ച് മടക്കി വൃത്തിയായിട്ട് അങ്ങനെയൊക്കെ വരുന്ന ആളല്ലേ, അത് ഹരിയായിട്ടായിരിക്കും. വൃത്തിയായിട്ടില്ല, അതിന്റെ വരയൊക്കെ ഉണ്ടല്ലോ ഷട്ടില്, ഷർട്ട് ചുളിഞ്ഞിട്ട് അപ്പം അത് ഹരിയായിട്ടാണ്. ഹരിയാട്ടം തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ 20-25 വർഷത്തിനടുത്തുള്ള ആ സമയത്തൊക്കെ നമുക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലിറിക്സ് എഴുതി എല്ലാവർക്കും 10 കോപ്പി എടുത്ത് ബൈൻഡ് ചെയ്ത് നമുക്ക് പഠിക്കാൻ വന്നു. ടാബ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആള് ഹരിയാട്ടനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും അടുക്കും ചിട്ടയും വൃത്തിയായിട്ട് ചെയ്യുന്ന ആള് ഹരിചേട്ടൻ തന്നെ. കൊള്ളാം. ഇനി കൂട്ടത്തിലെ ഫുഡിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ? രണ്ടുപേരും മത്സരമാണ്. ചിലപ്പോൾ ഇങ്ങനെ സോങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കിട്ടും സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ സീരിയസ്ലി സംസാരിക്കുന്നതെന്ന് ഒരു പക്ഷേ ഓഡിയൻസിന് തോന്നും. ഞങ്ങൾ ചോദിക്കേണ്ട തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കഴിക്കേണ്ടത്. അതെ, ഫുഡിന് കാര്യമുണ്ടല്ലോ. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വെളിയിറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്ന ഭയങ്കര വലിയ ഡിസിഷനാണ് എനിക്ക് കൂടുതൽ. ആ ഡിസിഷൻ ഇവരാണ് തീരുമാനിക്കുന്നത്. ഒരു ഭജൻ കണക്ട് നടക്കുന്നതിന് ചുറ്റിട്ടുള്ള ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കലാണല്ലേ പ്രധാനപ്പെട്ട പരിപാടി? അല്ല, ഞങ്ങൾക്ക് ഓരോ റൂട്ടിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറെ ബ്രാൻഡഡ് ആയിട്ടും അങ്ങനെ പിന്നെ ഉണ്ട് അങ്ങനെ ചെറിയ നല്ല തട്ടുകട അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട് സ്ഥിരമായിട്ട്. അപ്പം ആ റൂട്ടാണെങ്കിൽ ഇന്ന് അവിടെയല്ലേ, അപ്പൊ അവിടെ റീച്ച് ആകാതുള്ളൂ. ഓക്കെ, കൊള്ളാം. ഇനി കൂട്ടത്തിലൊരു ഓവർ തിങ്കർ കാണുമല്ലോ, എന്തുണ്ടെങ്കിലും ടെൻഷൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓവർ തിങ്കിങ് ഞാൻ തിങ്കിങ്ങേ ഉള്ളൂ. ഓവർ തിങ്കിങ് ഇവരായിരിക്കും ടെൻഷനുള്ള
ഭജനാട്ടിന് ഉറങ്ങിയിട്ടില്ല. അതല്ല, അതിങ്ങനെ തലയിലിങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഈ ഭജൻ കണക്ഷൻ തലേദിവസം രാത്രിയിലാണ്. അപ്പൊ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന്റെ കാര്യം ആലോചിച്ചു. എനിക്ക് ഈ പ്രശ്നമാണ്, ഉറങ്ങുന്ന നാളെ എന്തെങ്കിലും ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ പെട്ടെന്ന് ഉറങ്ങണം ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണി വരെ ഞാൻ അങ്ങനെ കിടക്കും. ഉറങ്ങിയില്ല, കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഉറങ്ങിയില്ല. ഇത് രണ്ടും കൂടെ കൂടി ഇന്നലെ രാത്രിയിലാണ് ഉറങ്ങിയത്. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ടൂർ പോകാനൊക്കെ നിൽക്കുന്നത് തലേദിവസം എങ്ങനെയായിരിക്കും? രാവിലെ ടൂർ പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് തലേദിവസം ഉറങ്ങാൻ പറ്റില്ല. അതേ എക്സൈറ്റ്മെന്റ് ആണല്ലേ? എക്സൈറ്റ് അത് തന്നെ, എനിക്ക് എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പൊ റാപ്പിഡ് ഫയറിൽ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. ഇനി എന്തെങ്കിലും ടൈറ്റിൽസ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ കൂട്ടത്തിലുള്ളവർക്ക്? നിങ്ങളുടെ കൂട്ടത്തിലെ വൃത്തിക്കാരനാരാ? അത് ചോദിക്കാൻ വിട്ടുപോയി. സോറി വൃത്തിക്കാരൻ ഇവൻ. ഏറ്റവും വലിയ വൃത്തിക്കാരനാണ്. ആണോ? നിങ്ങൾക്ക് അതുകൊണ്ട് ശല്യം ആവാറുണ്ടോ? അല്ല, അവന്റെ വൃത്തി കുറെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ മറ്റേ ഫുഡ് കഴിയുമ്പോഴത്തേനും ഷെയർ ചെയ്യുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ കഴിച്ച പഴംപൊരി മറ്റേ കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഓക്കെ, പണ്ടത്തെ കാര്യം മാറ്റി.